ചെന്നൈ അടയാറിലെ കൂട്ടക്കൊലപാതക കേസിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. പെരുങ്കുടിയിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ ബീഹാർ സ്വദേശികളെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്തു. മനേഷ്, അങ്ങേയറ്റം നടക്കുന്നൊരു വാർത്തയായിരുന്നു. ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്ന തടയാൻ ശ്രമിച്ച ഭർത്താവിനെ കൊല്ലുന്നു, ശേഷം ഭാര്യയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു, പിന്നെ അവശേഷിച്ച അവരുടെ 2 വയസ്സുകാരനെ മകനെയും കൊലപ്പെടുത്തുന്നു. ആ കേസിൽ ഇപ്പോൾ 3 മൃതദേഹങ്ങൾ ഇതോടെ ലഭിക്കുന്നു. എന്താണ് കേസിൽ നിലവിലെ സ്റ്റാറ്റസ്? പ്രതികൾ റിമാൻഡിലാണോ? സുഹൈൽ, കഴിഞ്ഞ ദിവസം 26-ാം തീയതിയാണ്, 26-ാം തീയതി രാവിലെയാണ് ഗൗരവ് കുമാർ എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയുടെ മൃതദേഹം അടയാറിലെ ഇന്ദിര അവന്യൂവിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൂട്ടക്കൊലപാതകമാണ് എന്ന രീതിയിൽ പോലീസിന് വിവരം ലഭിക്കുന്നതും അതിനുശേഷമാണ് അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. ബീഹാർ സ്വദേശികൾ തന്നെയാണ് അറസ്റ്റിലായിട്ടുള്ളതും. അതിനുശേഷം ഈ ഗൗരവ് കുമാറിന്റെ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് അടയാറിലെ കൂവം നദിക്ക് സമീപത്താണ് കുഞ്ഞിന്റെ മൃതദേഹം അവിടെ കൊണ്ടിട്ടിരുന്നത്. അവിടെ നിന്ന് ആ കുഞ്ഞിന്റെ മൃതദേഹവും ഇന്നലെ തന്നെ റിക്കവർ ചെയ്യുന്നു. പിന്നീടാണ് പെരുങ്കുടിയിലെ മാലിന്യ സംസ്കരണ അല്ലെങ്കിൽ മാലിന്യ നിക്ഷേപ സ്ഥലത്താണ് ഈ യുവതിയുടെ മൃതദേഹം കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പ്രതികൾ പറയുന്നു. അവിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വലിയ തോതിൽ അവിടെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ആ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 3 പേരുടെയും മൃതദേഹം എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. 3 പേരെ ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 പേർ കസ്റ്റഡിയിലുമുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഈ ഗൗരവിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇവർ തരമണിയിലെ സെൻട്രൽ പോളിടെക്നിക്കൽ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വാച്ച്മാനായി ജോലി ചെയ്യുകയായിരുന്നു ഗൗരവ് കുമാർ. 1 മാസം മുമ്പാണ് ഇവർ കുടുംബസമേതം ചെന്നൈയിൽ എത്തിയത്. അതായത് ജോലി തേടിയാണ് എത്തിയത്. എന്തായാലും ഒരു ദിവസം 25-ന് രാത്രിയിലാണ് ഈ പറഞ്ഞ ക്രൂരമായുള്ളൊരു കൊലപാതകം അരങ്ങേറുന്നത്. ഈ പറഞ്ഞ സെൻട്രൽ പോളിടെക്നിക്കിനടുത്ത് സമീപത്ത് വെച്ച് തന്നെയായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.